ചുരുക്കത്തിൽ എല്ലാ സാധനത്തിനും, അത് സ്വർണ്ണമായാലും വേണ്ടിയില്ല, വെള്ളരിക്കായാലും വേണ്ടിയില്ല, പപ്പടമായാലും വേണ്ടിയില്ല, അരിയായാലും വേണ്ടിയില്ല, ഏത് സാധനത്തിനും കാലണ കിലോയ്ക്ക്. ഇത് ശിഷ്യന്മാർക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു നാട്ടിലും ഇതുവരെ ഇത്തരത്തിലുള്ളൊരു അനുഭവം കണ്ടിട്ടില്ല. ഈ നാട്ടുകാർക്ക് എന്തോ വലിയ നല്ലൊരു നാടാണ് ഇത് എന്നായിരുന്നു ശിഷ്യന്മാർ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഈ പലചരക്ക് സാധനങ്ങൾ വളരെ കുറച്ച് വാങ്ങി. കാരണം എന്താ, ഉള്ള പൈസ കൊണ്ട് കാലിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണവും ബാക്കിയുള്ള ഇതൊക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ പലചരക്ക് വളരെ കുറച്ച് മാത്രം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഗുരുവിനോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ സാധനം കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സ്വർണത്തിനെല്ലാം കാലണിയേ ഉള്ളൂ, വെള്ളരിക്കും ഇങ്ങനെ കാലണിയേ ഉള്ളൂ, എല്ലാ സാധനത്തിനും കാലണിയാന്ന് കിലോയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഗുരു പറഞ്ഞു, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഒരു കാരണവശാലും ഈ നാട് നമുക്ക് ജീവിക്കാൻ പറ്റിയതല്ല. കാരണം ഇതാണ് വെള്ളരിക്കാപ്പട്ടണം, ഇവിടെ എന്തും നടക്കും. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തടിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. ഗുരുവും ശിഷ്യന്മാരും അവിടുന്ന് നാട് വിടാൻ ഒരുങ്ങി. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അയാൾ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും ഇല്ല, ഒരുപാട് കാലമായി നമ്മൾ ചുറ്റിക്കറങ്ങുന്നത്, ഇതുപോലത്തെ നല്ലൊരു നാട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്. ഗുരു പറഞ്ഞു, അപകടമുണ്ടാവും, യാതൊരു രക്ഷയും വേണ്ട, അപകടം ഉണ്ടാവും നിനക്ക്, നീ ഇവിടെ, കാരണം ഇത് വിഡ്ഢികളുടെ നാടാണ്, ഇവിടെ നിന്നാൽ അപകടം ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് അപകടം വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഗുരു അവൻ്റെ കയ്യിൽ തൻ്റെ ഒരു മോതിരം ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ശരി, നിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, ഇത് നിൻ്റെ വിരലിലിട്ടോ, എന്നെ കാണണമെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഈ മോതിരത്തിൽ നീ ഒന്ന് തടവിയാൽ ഞാനിവിടെ എത്തുന്നു വളരെ വാക്കും കൊടുത്തു. ഗുരുവും ബാക്കിയുള്ള ശിഷ്യന്മാരും ആ നാട്ടിൽ നിന്ന് പോയി. ഈ ശിഷ്യൻ മാത്രം അവിടെ നിന്നു വളരെ സന്തോഷത്തോടെ. കാരണം എന്തിനും കാലണിയേ ഉള്ളൂ. ഇതുപോലത്തെ സുഖം വേറെ എന്തെങ്കിലും ഉണ്ടോ ലോകത്ത്? ഒരു ചായക്ക് കാലണ, ഒരു വെള്ളിക്ക് കാലണ, ഒരു സ്വർണത്തിന് കാലണ, എല്ലാത്തിനും എന്തിനും കാലണ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളാളെ സ്വസ്ഥമായിട്ട് വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയോ? ഒരു വീട്ടിൽ ഒരാൾ മോഷ്ടിക്കാൻ കയറിയപ്പോൾ ഈ കള്ളന് ജനലിൻ്റെ പിടിച്ചുകൊണ്ടാണ്, ജനലിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടാണ് വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. മോഷ്ടിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ഈ ജനലിന് അപ്പാട് കട്ടയിൽ നിന്ന് ഇളകിക്കൊണ്ട് ഇയാൾ താഴെ വീണു. ഇയാളുടെ കാലൊടിഞ്ഞു. ആരെ കാലാണ് ഒടിഞ്ഞത്? ഈ കള്ളൻ്റെ കാലൊടിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്താ സംഭവിക്കുക കൂട്ടുകാരെ അറിയുമോ? വീട്ടുകാർ പിടിച്ചിട്ട് ആ കള്ളനെ എന്ത് ചെയ്യുമോ? പോലീസിൽ ഏൽപ്പിക്കും. എന്നാൽ ഈ നാട്ടിൽ സംഭവിച്ചെന്താണെന്നറിയോ? എന്നാൽ കഥ കേട്ട് നോക്കൂ. ഇയാൾ നേരെ കള്ളൻ ചെന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തു. എന്താ പരാതി കൊടുത്തേ? ആ വീട്ടുകാരെ വീട് മര്യാദയ്ക്ക് ഉണ്ടാക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു, അവിടെ കക്കാൻ വേണ്ടി കയറിയ ഞാൻ താഴെ വീണിട്ട് എൻ്റെ കാലൊടിഞ്ഞു, എനിക്ക് നീതി കിട്ടണം, അതുകൊണ്ട് ആ വീട്ടുകാരനെ ശിക്ഷിക്കണം എന്നാണ് പരാതി. ഉടൻ തന്നെ പോലീസ് അന്വേഷിച്ചു. ആ വീട്ടുകാരനെ പിടിച്ചു. വീട്ടുകാരനെ പിടിച്ചപ്പോൾ തന്നെ രാജാവിൻ്റെ അടുത്ത് ഹാജരാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, ഇവനിങ്ങനെ ഉറപ്പില്ലാത്ത വീടുണ്ടാക്കിയത് കൊണ്ട് ഒരു പാവപ്പെട്ട കള്ളൻ്റെ കാലൊടിയാൻ കാരണമായി, അതുകൊണ്ട് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആ വീട്ടുകാരനെ. അപ്പം വീട്ടുകാരൻ പറഞ്ഞു, രാജാവേ, എന്നെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് എൻ്റെ സങ്കടം നിങ്ങൾ കേൾക്കണം.
എന്താണ് അതിൻ്റെ സങ്കടം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, ഞാൻ ആ വീട് പണി ഒരാൾക്ക് കരാറ് കൊടുത്തതായിരുന്നു, ഞാനല്ല വീടുണ്ടാക്കിയത്, ആ വീടുണ്ടാക്കിയവനെയാണ് ശിക്ഷിക്കേണ്ടത്, എന്നെ അല്ല എന്ന് പറഞ്ഞു. ശരി, ആ വീടുണ്ടാക്കിയവനെ പിടിച്ചുകൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അയാളെ പിടിച്ചുകൊണ്ടുവന്നു. പറഞ്ഞു ഇവനെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇവന് തൂക്കിക്കൊല്ലാൻ വേണ്ടി വെക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, രാജാവേ, ഞാൻ കോൺട്രാക്ട് എടുത്ത ആളാന്ന് ശരിയാണ്, പക്ഷേ ഈ കെട്ടിടം ഉണ്ടാക്കിയ പടവുകാരൻ അയാൾ വേറെയാന്ന്, അയാളാന്ന് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അവനെ പിടിച്ചുകൊണ്ടു, അവനെ തൂക്കാന്ന് പറഞ്ഞു. അവനെ കൊണ്ടുവന്നപ്പോൾ ഇയാൾ പറഞ്ഞു, രാജാവേ, ഞാൻ പടുത്തു എന്നുള്ളത് ശരിയാന്ന്, പക്ഷേ ആ മണ്ണ് കുഴച്ചവന് വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് കുഴച്ചത് കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ ഉറപ്പ് കുറയാൻ കാരണം. അതുകൊണ്ട് മണ്ണ് കുഴച്ചവനെ അത് പിടിക്കണ്ടേന്ന് പറഞ്ഞു. അവനെ പിടിച്ചു കൊണ്ടുവന്നു, അവനെ തൂക്കാൻ വിധിച്ചു. അവൻ പറഞ്ഞു, രാജാവേ, ഞാനല്ല ഇതിന് കുഴപ്പക്കാരെ, ഞാൻ മണ്ണ് കുഴച്ചു കൊടുത്തു എന്നുള്ള പരമാർത്ഥാന്ന്, പക്ഷേ മണ്ണ് കുഴക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊണ്ടുവന്ന് വേറൊരാളായിരുന്നു. അങ്ങനെ അയാളെ പിടിച്ചു കൊണ്ടുവന്നു. അയാളെ പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ നടത്തിയപ്പോൾ അയാൾ പറഞ്ഞു, രാജാവേ, ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു എന്നുള്ള ശരിയാണ്, പക്ഷേ ഈ വലിയ കല ഉണ്ടാക്കിയവനാണ് അതിന് ഉത്തരവാദി, ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കല ഉണ്ടാക്കിയവനെ പിടിച്ചു കൊണ്ടുവന്നു. അയാളെ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഞാൻ ചെറിയ കലയായിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ രാജാവിൻ്റെ കൊട്ടാരത്തിലെ കുഴലൂത്തുകാരന് അതിൽ കൂടി കുഴലും വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ഞാൻ അതിൽ ശ്രദ്ധിച്ചു പോയി, അങ്ങനെ കലം വലുതായി പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി, യഥാർത്ഥ ഉത്തരവാദി അയാളെ കണ്ടെത്തി, കൊട്ടാരത്തിലെ കുഴൽ വിളിക്കാരനാണ് ഇതിൻ്റെ ഉത്തരവാദി, ശരി, അവനെ തൂക്കിക്കൊന്നേക്കൂന്ന് പറഞ്ഞു. അങ്ങനെ അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താ കണ്ട കാഴ്ച? ഈ കയറ്, അവർ തൂക്കിക്കൊല്ലാനുള്ള കയറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇയാളെ തലയിട്ട് നോക്കുമ്പോൾ കയറ് മുറുകുന്നില്ല, കാരണം ഇയാളെ കഴുത്ത് ചെറുതാണ്. അപ്പം രാജാവിനോട് ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ പറഞ്ഞു, ഇവനെ കൊല്ലാൻ കഴിയുന്നില്ല, കാരണം കയറ് സെറ്റാക്കി വെച്ചത് ഇവൻ്റെ കഴുത്തിൽ മുറുകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യും, കഴുത്തിന് വലിപ്പമുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട് തൂക്കിയേ എന്ന് വിധിച്ചു. ഇത് കേട്ടപ്പോൾ കഴുത്ത് വലിപ്പമുള്ള എല്ലാവരും, ആ നാട്ടിലുള്ള എല്ലാവരും അവരവരുടെ വീട്ടിൽ കയറ്റി ഒളിച്ചു കളഞ്ഞു പേടിച്ചിട്ട്. നമ്മുടെ ഗുരുവിൻ്റെ ശിഷ്യൻ ഈ കഥകളൊന്നും അറിഞ്ഞില്ല. അയാളിങ്ങനെ വീട്ടിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ഒരു പുസ്തകമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് രാജാവിൻ്റെ പട്ടാളക്കാർ വരുന്നു. അപ്പം ഇയാൾ നോക്കുമ്പോൾ കഴുത്തും തലയൊക്കെ അത്യാവശ്യം തടിയും മണ്ണൊക്കെ ഉള്ള ആളാണ്. ഇയാളോട് പറഞ്ഞു, വേഗം വന്ന് നമ്മളെ കൂട്ടത്തിൽ വാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാ? നിങ്ങൾ തൂക്കാൻ വിധിച്ചിരിക്കുന്നു. അപ്പം ചോദിച്ചു, എന്നെ തൂക്കാനോ? ഞാനതിന് എന്ത് തെറ്റാ ചെയ്തേ? പട്ടാളക്കാർ പറഞ്ഞു, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ തൂക്കേണ്ട, ശരിക്കും തൂക്കേണ്ട ആൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ കുഴലൂത്തുകാരനാണ്. അയാളുടെ തലക്ക് കഴുത്തിന് വലിപ്പമില്ല, അതുകൊണ്ട് ഒരു തടിയനെ തൂക്കാനാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ തൂക്കിയേ പറ്റുള്ളൂ, വേഗം ഉണ്ടാതെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് തൂക്കാനിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് ബോധം വന്ന, ഗുരു പറഞ്ഞതൊക്കെ, ഇത് വെള്ളരിക്കാപ്പട്ടണമാണ്, ഇത് മണ്ടന്മാരുടെ രാജ്യമാണ്, ഇവിടെയുള്ളവർക്ക് വിവരമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കള്ളൻ്റെ വർത്തമാനം കേട്ടിട്ട് കള്ളൻ്റെ കാലൊടിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടുകാരെ പിടിക്കുമോ? കള്ളനോട് ശരിക്കും എന്താ ചോദിക്കേണ്ടിയിരുന്നേ? നീ എന്തിന് കക്കാൻ പോയി, അതിന് കിട്ടിയ ശിക്ഷയല്ലെന്ന് പറഞ്ഞ് ആ കള്ളനെ തന്നെ ശിക്ഷിക്കേണ്ടതിന് പകരം ആരെ ഇപ്പം തൂക്കിക്കൊല്ലുന്നത്? ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു നിരപരാധീന. അതാണ് ഈ വെള്ളരിക്കാപ്പട്ടണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് തൻ്റെ ഗുരു പറഞ്ഞ കാര്യമെല്ലാം ഈ ശിഷ്യന് ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോൾ എന്തുണ്ടായി?
പിന്നെ താനിങ്ങനെ വഞ്ചിക്കപ്പെടുകയാണ്, താനിങ്ങനെ തൂക്കിലേറ്റപ്പെടുകയാണ് എന്നൊക്കെ ഇയാൾക്ക് ഓർമ്മ വന്നു. ഇയാൾ മെല്ലെ ഗുരു പറഞ്ഞ മോതിരത്തിൽ തടവി. തടവേണ്ട താമസം തൻ്റെ ശിഷ്യന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഗുരു അവിടെ എത്തി. അപ്പോൾ ഗുരു ഈ കഥകളൊക്കെ കേട്ടു. അപ്പോൾ ഇവനെ തൂക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഗുരു പറഞ്ഞു, എന്നെയാണ് തൂക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവനെ തൂക്കണ്ട, എന്നെയാണ് തൂക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ പറഞ്ഞു, എന്തിനാ നിങ്ങളെ തൂക്കുന്നത്? എൻ്റെ കഴുത്ത് ഇവനെക്കാട്ടിയും വലുതാന്ന്, നല്ല കഴുത്താണ്. അല്ല, തൂക്കിയാൽ മരിച്ചു പോയില്ല. അപ്പം ഗുരു പറഞ്ഞു, ഇപ്പം ആര് മരിക്കുന്നുണ്ടോ അവർ സ്വർഗത്തിൽ പോകും. ഈ വിവരം എല്ലാവരും പറഞ്ഞറിയുന്നതിനനുസരിച്ച് ഉള്ള തടിയന്മാരൊക്കെ ഓടി വന്ന് എന്നെ തൂക്കണം, എന്നെ തൂക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓടിയെത്തി. രാജാവ് ഓടിയെത്തി. രാജാവ് പറഞ്ഞു, എടാ ഇവരെക്കാട്ടിയൊക്കെ വലിയ കഴുത്ത് എൻ്റെ അല്ലേ, എന്നെ തൂക്ക്, ഞാനാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ രാജാവിനെ അവർ തൂക്കിക്കൊന്നു. അപ്പോൾ അതാണ് കഥ. അപ്പോൾ അതാണ് വെള്ളരിക്ക പട്ടണത്തിൻ്റെ കഥ. അപ്പോൾ ഒടുവിൽ രാജാവിനെ തൂക്കിക്കൊന്നതെന്ന് കണ്ടപ്പം ഗുരു തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി പെട്ടെന്ന് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഈ കഥയുടെ ചുരുക്കം. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ തുച്ഛമായിട്ട് കിട്ടുന്നതാണെന്നും വേറെ എവിടെയും എളുപ്പത്തിൽ കിട്ടാത്തതാണെന്നും കരുതി മറ്റുള്ളവരുടെ വാഗ്ധോരണികൾ വഞ്ചിച്ച് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കൂട്ടുകാർ ഓരോരുത്തരും തിരിച്ചറിയണം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.